ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. KCB വർക്കർ നോട്ടിഫിക്കേഷൻ ഇതാ ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. നമുക്കതിൻ്റെ വിജ്ഞാപനം ഉടൻ തന്നെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 2026 ഏപ്രിൽ 20 ചേർന്ന കമ്മീഷന്റെ യോഗ തീരുമാനത്തിൽ ഒന്നാമത് തന്നെ പറയുന്നുണ്ട്, ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം എന്താണ്, വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ ഇലക്ട്രിസിറ്റി വർക്കർ നിയമനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 900-ൽ കൂടുതൽ വേക്കൻസിയുമായിട്ടാണ് ഇലക്ട്രിസിറ്റി വർക്കർ നോട്ടിഫിക്കേഷൻ ഇങ്ങ് എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ മാസ്റ്റർ കെ അക്കാഡമിയെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങളുടെ ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. നോക്കി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേരത്തെ 7ാം ക്ലാസ് പാസ്സായിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്താണ്, 10ാം ക്ലാസ് അല്ലേ, 10ാം ക്ലാസ് പാസ്സായിരിക്കണം, SSLC യോഗ്യതയും അതുപോലെ തന്നെ ITI ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നോക്കി, നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, 10ാം ക്ലാസ് മാത്രമല്ല വേണ്ടത്, ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിൽ 2 ഇയറോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റിൽ അല്ലെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാനിൽ 2 ഇയർ പഠിച്ചിട്ടുള്ളവർക്ക്, ITI കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ KCB വർക്കർ ഇലക്ട്രിക്കൽ വർക്കറിൻ്റെ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാവരും ശ്രദ്ധിക്കുക, അവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് 5 അടി 2 ഇഞ്ച് അല്ലെങ്കിൽ 157.48 സെന്റിമീറ്റർ ആയിരിക്കണം പുരുഷന്മാരുടെ ഹൈറ്റ് വരേണ്ടത്. സ്ത്രീകളുടെ ഹൈറ്റ് വരേണ്ടത് 4 അടി 9 ഇഞ്ച് 144.78 സെന്റിമീറ്റർ ആയിരിക്കണം ഹൈറ്റ്. അപ്പോൾ ഈ ഹൈറ്റിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. ഇനി ഫിറ്റ്നസ് വരുന്നത് നോക്കി, മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ഫോർ ഔട്ട്ഡോർ വർക്ക്. അറിയാലോ, ഇലക്ട്രിക്കൽ വർക്ക്മാൻ എന്ന് പറയുന്ന അല്ലെ KCB വർക്കർ എന്ന് പറയുന്നത് മസ്ദൂർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനെ അവർ ഇലക്ട്രിക്കൽ വർക്കർ എന്ന ഒരു പോസ്റ്റാക്കി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുറത്തെ ഔട്ട്ഡോർ വർക്കായിരിക്കും കൂടുതലായിട്ടുള്ളത്. മരം മുറിക്കാനൊക്കെ കാണും, അതുപോലെ തന്നെ പോസ്റ്റിൽ കയറാൻ കാണും. അപ്പം ലൈൻ കമ്പി പൊട്ടിക്കഴിഞ്ഞാൽ അത് കെട്ടാൻ കാണും. അപ്പോൾ പോസ്റ്റിലൊക്കെ കയറി നിന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഫിസിക്കലി ഫിറ്റായിട്ടുള്ളവർക്ക് മാത്രമേ ഇലക്ട്രിക്കൽ വർക്കറിൻ്റെ ഈ പോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ വിഷൻ എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും, ഫ്രീ ഫ്രം കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സാധാരണഗതിയിൽ കളർ ബ്ലൈൻഡ്നെസ് ഇല്ലാത്ത എല്ലാവർക്കും എന്താണ്, ഇലക്ട്രിക്കൽ വർക്കർ അല്ലെങ്കിൽ KCB വർക്കർ എന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്, അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വരുന്നതായിരിക്കുമെന്ന് PSC അറിയിച്ച വിജ്ഞാപനമാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബൈ.